സാമ്പത്തികമായിട്ടുള്ള ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയും. സാമ്പത്തിക ശാസ്ത്രവും അല്ലെങ്കിൽ സാമ്പത്തിക സാക്ഷരത എന്ന് പറയുന്ന ആ ഭാഗത്ത് നമ്മൾ കുറേ പിറകിലാണ്. അതെവിടെ പോയാലും മലയാളീൻ്റെ ഒരു ഇഷ്ടവിഷയം അല്ലാതെ മാറുകയും അതുപോലെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവരെന്നും കുടുംബതലത്തിൽ വരെ അനുഭവിച്ചുകൊണ്ടിരിക്കും. മലയാളി ഓൺട്രപ്രണേഴ്സ് ഇപ്പോൾ പലതരത്തിലുള്ള ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഫണ്ടിൻ്റെ അതുപോലെ തന്നെ മണിയുടെ ഒരു ക്രൈസിസ്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ മലയാളി സമൂഹത്തിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓൺട്രപ്രണേഴ്സുമായിട്ടും അതുപോലെ തന്നെ ഈ സാമൂഹിക സാഹചര്യത്തിൽ നമ്മളിതിനെയൊക്കെ വിശകലനം ചെയ്യുമ്പോൾ വളരെ പ്രത്യേകമായ കുറച്ച് കാരണങ്ങളുണ്ട്. കാരണം നമുക്കിവിടെ ലോണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കിട്ടാനുള്ള ഒരു വഴിതടസ്സങ്ങളോ അല്ലെങ്കിൽ ഡിലേയോ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണല്ലോ. ഫണ്ട് വേണ്ടേ എന്തിനും? ഒരു സ്ഥാപനം നടത്താൻ, ഒരു ബിസിനസ് നടത്താൻ നല്ല ഫണ്ട് വേണം. അപ്പോൾ ആ ഫണ്ട് കിട്ടാനിപ്പം നമുക്ക് ബാങ്കിനെ അല്ലെങ്കിൽ ചില ധനകാര്യ സ്ഥാപനങ്ങളെ മാത്രമേ നമ്മൾ അവലംബിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിലേയോ അതിൻ്റെ തടസ്സങ്ങളോ ഒക്കെ ഇപ്പോൾ നന്നായിട്ടൊരു ബിസിനസ് നടത്തണം എന്ന് വിചാരിക്കുന്ന ആളെ പോലും വല്ലാതെ എന്താക്കും, അത് പ്രതികൂലമായി ബാധിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ ധനകാര്യ സ്ഥാപനം ബാങ്ക് അയച്ച് മറ്റൊരുപാട് ഏഞ്ചൽ ഫണ്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ, ഇതുപോലെയുള്ള ഒരുപാട് ഫണ്ടിങ് ഏജൻസികളും ഫണ്ട് വരുന്ന വഴികളുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും ധാരണകളോ അല്ലെങ്കിൽ അതൊരു ഒന്ന് വികസിപ്പിച്ച് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു മാർഗങ്ങളൊന്നും ഇപ്പോഴും വന്നിട്ടുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥാപനം നടത്തി പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ചിലവുകളാണ്. ഓവർഹെഡ്സ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയും. അത് കണക്കില്ലാതെ വന്നാൽ ഒരു സ്ഥാപനം എങ്ങനെയാണ് ഇപ്പോൾ ലാഭത്തിലാക്കുക? കാരണം ഒരു കൺട്രോൾ വേണ്ടേ? പലപ്പോഴും കൺട്രോൾ പോകുന്നില്ല. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫിൻ്റെ സാലറി മുതൽ പിന്നെ ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ റോ മെറ്റീരിയൽ കോസ്റ്റ് തുടങ്ങിയ അനവധി കാര്യങ്ങളുണ്ടല്ലോ ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ടാക്സ് ഉൾപ്പെടെ ഇതൊക്കെ ഇതിൻ്റെ ഓപ്പറേഷൻ കോസ്റ്റ് തന്നെ. അപ്പോൾ അത് കൂടി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കോൺഫിഡൻസിലേക്ക് വരുത്താൻ ഇപ്പോഴും നമ്മുടെ ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലും സാമൂഹിക തലത്തിലും അവരെ ഒന്ന് ആകർഷിച്ച് അവർക്കൊരു അഷ്വറൻസ്, അവർക്കൊരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചിന്ത നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം സർക്കാർ തലത്തിലായാലും മറ്റ് തലങ്ങളിലൊക്കെ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആക്കുന്ന കുറേ കാര്യങ്ങൾ, കുറേ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻവെസ്റ്ററിന് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്നത്? കാലാകാലത്ത് വരുന്ന സർക്കാരുകൾ പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് വ്യവസായ വകുപ്പും വാണിജ്യ വകുപ്പും ഒക്കെ ഭരണതലത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, സ്കീമുകളും അതുപോലെ പിന്നെ ഓൺട്രപ്രണേഴ്സ് സംരംഭകരെ അട്രാക്റ്റ് ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിരന്തരം നിർബാധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ വീണ്ടും ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്ക് തന്നെ അജ്ഞാതമായി തുടരുകയാണ്. എന്തായാലും സംഭവം അതുണ്ട്. ഒരു കോൺഫിഡൻസിൻ്റെ കുറവ് സംരംഭകർക്ക് ഈ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ, നിക്ഷേപിക്കാൻ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും ഒരു പച്ച പരമാർത്ഥമാണല്ലോ. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ വേറെ കാരണങ്ങളുണ്ട് കേട്ടോ, ഇത് മാത്രമൊന്നുമല്ല. ഓക്കെ. അപ്പോൾ ഈ ഇൻവെസ്റ്റർക്ക് ഇവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്? അത് തീർച്ചയായിട്ടും സാമൂഹ്യ അവബോധം ജനങ്ങളുടെ ഇടയിൽ പിന്നെ ആ ഒരു എഡ്യൂക്കേഷൻ സൃഷ്ടിക്കണം. ഇവിടുത്തെ ബിസിനസ്സിനെയും സംരംഭകത്തെയും കൂടുതൽ പരിപോഷിപ്പിക്കാനുള്ള അവസ്ഥ ഇവിടെ ഉണ്ടാക്കിയെടുത്താലേ നമ്മുടെ രാജ്യം പുരോഗമിക്കൂ എന്നുള്ള ഒരു അവബോധം ആളുകളുടെ ഇടയിലും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലും അതുപോലെ തന്നെ ഇവിടുത്തെ ലീഡർഷിപ്പിൻ്റെ എല്ലാ തലത്തിലും അത് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് മാത്രമൊന്നുമല്ല, നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഒരു കച്ചവടം നടന്നാൽ പേയ്മെൻറ്റുകൾ ഡിലേ ആയാൽ തന്നെ അവിടെ എന്തായി, ഫണ്ട് ബ്ലോക്ക് ആയില്ലേ? ഇവിടെയൊക്കെ ക്രെഡിറ്റ് പീരീഡ് 3 മാസം 6 മാസമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ 2 സൈക്കിൾ ഓഫ് ഓപ്പറേഷനേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഒരു മാസത്തിൽ ക്രെഡിറ്റ് കൊടുത്ത് 12 സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ നടക്കേണ്ടടുത്ത് 2 സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 2 വിനിമയം, വാങ്ങലും കൊടുക്കലും മാത്രമേ നടക്കുന്നുള്ളെങ്കിൽ എത്രമാത്രം ആ കച്ചവടത്തെ ബാധിക്കും? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പേയ്മെൻറ്റ് ഡിലേ എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ട്, ദുബായിലൊക്കെ കേട്ടിട്ടുണ്ട്, ചിലപ്പം 1 year ഒക്കെ പേയ്മെൻറ്റ് ഡിലേ ആവുന്ന ക്രെഡിറ്റ് പീരീഡ് വരുന്ന സന്ദർഭങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ വലിയ പ്രയാസങ്ങൾ ബിസിനസ്സിൽ ഉണ്ടാക്കില്ലേ? ഏറ്റവും വലിയ പ്രയാസമാണ്. കാരണം കിട്ടാക്കടങ്ങളിലേക്ക് നീങ്ങുന്നത് അത്തരം കടങ്ങളാണ്. അത് പിന്നെ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് മാത്രമൊന്നുമല്ല,
നമുക്ക് പിന്നെ ഇവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയും, സാമ്പത്തിക ശാസ്ത്രവും അല്ലെങ്കിൽ സാമ്പത്തിക സാക്ഷരത എന്ന് പറയുന്ന ആ ഭാഗത്ത് നമ്മൾ കുറേ പിറകിലാണ്. അത് എവിടെ പോയാലും മലയാളീൻ്റെ ഒരു ഇഷ്ടവിഷയം അല്ലാതെ മാറുകയും അതുപോലെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവരെന്നും കുടുംബതലത്തിൽ വരെ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അല്ല ഈ ഫിനാൻഷ്യൽ ലിറ്ററസിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ നമ്മളിപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ മറ്റു തരത്തിലുള്ള ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനിലൊക്കെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആളുകൾ വളരെയധികം അതിൽ അവെയർ ആവുകയും അത് കൂടുതൽ പഠിക്കാനും ഒക്കെ ഉള്ള താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല എന്നുള്ളൊരു സംഭവം പറയുന്നത്? ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല എന്നല്ല, ഉള്ളവർക്ക് നല്ലോണം ഉണ്ട്. പക്ഷേ പൊതുവെ ആ ഒരു അവബോധത്തിലേക്കും എല്ലാ ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്കും അത് ഭൂരിപക്ഷത്തിന് കുറവാണ് എന്നതാണ്. ഉള്ള മേലെ തട്ടിലൊക്കെ വളരെ ട്രഡീഷണൽ ആയിട്ട് പോകുന്ന സംരംഭകർക്കാണ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. ഈ കാര്യങ്ങൾ പറയുമ്പം ഇപ്പോൾ ഗൾഫ് മണി വളരെ പ്രധാനപ്പെട്ട ഒരു ഇങ്കാണല്ലോ ഇവിടെ. അപ്പോൾ ആ ഗൾഫ് ഫണ്ടിൻ്റെ ഫ്ലക്ച്വേഷൻ, കയറ്റിറക്കങ്ങൾ വരുന്നു, കുറയുന്നു, കയറുന്നു. അവിടുത്തെ അനിശ്ചിതത്വങ്ങൾക്കനുസരിച്ച് ആ ഫണ്ടിൻ്റെ ഫ്ലോയും നമ്മളെ ബാധിക്കും. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ കോവിഡിന് ശേഷം തന്നെ ആ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. ആഫ്റ്റർ കോവിഡിൻ്റെ ആ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. മാത്രമല്ല നമ്മൾ ഒരു വ്യാവസായിക സംസ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രദേശമായിട്ട് ഇപ്പോഴും നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ ഒരു പ്രഖ്യാപനമൊന്നും പ്രഖ്യാപിച്ചാൽ പോലും നമ്മൾ അതിലേക്ക് ഒരു എന്താ പറയുക, ഒരു ലിമിറ്റഡ് ഇൻഡസ്ട്രിയൽ ബേസ് ആയിട്ടാണ് ഇപ്പോഴും നമ്മുടെ നാട് നിലകൊള്ളുന്നത്. ഇങ്ങനെ പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇപ്പം വ്യാവസായികമായിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലി നമ്മളത്ര ഇവിടെ ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നല്ലോ. അതായത് പക്ഷേ ഇവിടെ വലിയൊരു പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള ഒരു കൺസ്യൂമർ ബേസ് ഇവിടെ ഉണ്ട്. എന്നിട്ടും നമുക്ക് ഇവിടെ വലിയൊരു സ്ഥാപനങ്ങളും വലിയ ഇൻഡസ്ട്രികൾക്കും വലിയൊരു പച്ച പിടിച്ച് പോകാൻ പറ്റാത്തത് എന്താണ്? അതാണ് ഇവിടുത്തെ ജനസാന്ദ്രത വളരെ പ്രധാനപ്പെട്ടാണ്. ഇവിടുത്തെ ഒഴിഞ്ഞ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻഡസ്ട്രി, മലിനീകരണ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആളുകളുടെ ഹെൽത്തിൻ്റെ അവയർനെസ്, കോൺഷ്യസ് ആയിട്ടുള്ള ഈ മലിനീകരണത്തോടുള്ള അല്ലെങ്കിൽ പൊല്യൂഷനോടുള്ള ആളുകളുടെ ഭയം, അതുപോലെ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നെ ബ്യൂറോക്രസിയുടെയും സൊസൈറ്റിയുടെയും പൊളിറ്റിക്കൽ പാർട്ടികളുടെയും ഇടയിൽ ബിസിനസ് അല്ലെങ്കിൽ വലിയ സംരംഭങ്ങൾ, വലിയ ഫാക്ടറികൾ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന നേരത്തെ അവരുടെ ഉള്ളിൽ ഉണ്ടായ ഒരു വിഷ്വൽ പിക്ചറുണ്ട്. അതിനൊന്നും വലിയ മാറ്റങ്ങൾ വരാതിരിക്കുന്നത് ഇങ്ങനെ കുറേ കാരണങ്ങൾ നമുക്ക് അതിൽ എടുത്ത് പറയാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മളിപ്പം നോട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ ഇത് മാത്രം എന്നുള്ളതല്ല, ഇത്തരം കുറേ കാര്യങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഒരു ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു സംരംഭകത്തെ വളരെ വിപരീതവും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അതിനെ കൊണ്ടുപോകുന്ന കാര്യങ്ങളുടെ പട്ടികയിൽ നമുക്കിതൊക്കെ പറയാവുന്നതാണെന്നാണ് ചുരുക്കി നമുക്ക് ഇവിടെ പ്രതിപാദിക്കാനുള്ളത്.